ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് സ്ക്വിഡ് കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. കണവ, കൂന്തൽ എന്നെല്ലാം ഓരോ സ്ഥലങ്ങളും ഓരോ പേരിലാണ് ഇത് അറിയുന്നത്. ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഇതിന് കണവ എന്ന് പറയും. അപ്പോൾ 1/2 കിലോ കണവയാണ്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവോള, ഒരു 8 ചുവന്നുള്ളി, ഒരു 3 വറ്റൽമുളക്, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായി കൊത്തി അരിഞ്ഞത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ വേണേ. തേങ്ങയുടെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ വറ്റൽമുളക് ഈ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം ഇഞ്ചി, ബാക്കി എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവോള, ചുവന്നുള്ളി, പച്ചമുളക്, ഇതൊരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണേ. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പില കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ച ആ പൊടികളുണ്ടല്ലോ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, അതങ്ങ് ആഡ് ചെയ്യാം. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും സിമ്മിലേക്ക് മാറ്റിയേക്കണേ. ഇതിനകത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. കാരണം ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം അങ്ങ് മാറണേ. ഇത് ആവശ്യത്തിന് നമ്മളിനി ഉപ്പിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണവ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്നെടുക്കണേ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഈ കണവയ്ക്ക് ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടങ്ങ് ഹാർഡായി പോവേ. തീ കൂട്ടി വെക്കണം. നമ്മൾ സിമ്മിൽ വെച്ചേക്കുമായിരുന്നു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണേ. നമ്മളിത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റായേ. തുറന്ന് നോക്കാം. ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കണവയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമായത് കേട്ടോ. ഈ വെള്ളം വറ്റി വരണം. നമ്മുടെ ചെമ്മീൻ ഒക്കെ പോലെയാണ് ഇതും. ഒരുപാട് സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി റബ്ബർ പോലെ ആയിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കുക. ഉപ്പുമൊക്കെ ഇതിനോടകം നോക്കിക്കോണേ. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് ഇത് കേട്ടോ. നമ്മളെപ്പോഴും ഇതിൻ്റെ റോസ്റ്റാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ തോരന് ഭയങ്കര രുചിയാണ്. ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരണം. ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്ത് തീർക്കാവുന്നതാണ് ഈ കണവ തോരൻ കേട്ടോ. നമ്മളിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റായേ. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരാനായിട്ടാണ്. ഈ കൊഞ്ചിനും കണവയ്ക്കും ഒക്കെ കുറച്ച് കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അങ്ങോട്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി ഒരു സ്വല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യും. സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് നന്നായിട്ടിത് ഇളക്കിയെടുത്താൽ മതി. അവിടെ ആ വെള്ളം എല്ലാം വറ്റി. ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അത് ആ കണവയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ്. അല്ലാതെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നതേ ഇല്ല. ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം പൊക്കോളും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചോറിനാണ് കഴിക്കുന്നതെങ്കിൽ ഇതിലൂടെ രസം അല്ലെങ്കിൽ സാമ്പാർ അതൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു കറികളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. ചെമ്മീൻ കറിയൊക്കെ ഇല്ലേ, തേങ്ങ അരച്ച ചെമ്മീൻ കറി, അതിൻ്റെയൊക്കെ കൂടെ ഇത് നന്നായിട്ട് പൊക്കോളും. സാമ്പാർ, ചെമ്മീൻ കറി, രസം ഇതെല്ലാം എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കണവ തോരൻ അല്ലെങ്കിൽ കൂന്തൽ, ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത് കേട്ടോ. ഇതിവിടെ റെഡിയായി കണ്ടോ. വെള്ളമെല്ലാം വറ്റി. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ തോരൻ ഇവിടെ റെഡിയായി.
എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതിൻ്റെ കോമ്പിനേഷനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെല്ലാം കൂടെ ചേർത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ ഒരു രസമോ സാമ്പാറോ അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടി ഇതൊക്കെ കൂട്ടത്തിലങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറ് കഴിക്കാവുന്നേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെ എല്ലാം പോയിക്കോളൂ ഇത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്